റിപ്പോർട്ട് ബ്രേക്കിംഗ്. സംസ്ഥാനത്തെ ജയിലുകളിൽ തടവുകാരുടെ എണ്ണം അംഗീകൃത ശേഷിയേക്കാൾ കൂടുതൽ. മേഖലകൾ തിരിച്ചുള്ള കണക്ക് റിപ്പോർട്ടർ എടുത്തു. ആകെ 7367 പേരെ പാർപ്പിക്കാൻ ശേഷിയുള്ള സംസ്ഥാനത്തെ ജയിലുകളിൽ ഇപ്പോഴുള്ളത് 10375 തടവുകാരാണ്. നിരവധി തസ്തികകൾ ഒഴിഞ്ഞുകിടക്കുന്നത് ജീവനക്കാരുടെ ജോലിഭാരം കൂട്ടുന്നു. റിമാൻഡ്, വിചാരണ, ഗുണ്ടാ തടവുകാരുടെ കാര്യങ്ങൾക്കായി സമയം ചെലവഴിക്കേണ്ടി വരുന്നത് ജയിലിന്റെ പ്രവർത്തനം പ്രതിസന്ധിയിലാക്കുന്നുവെന്നാണ് റിപ്പോർട്ട്. അരുൺ സോളമൻ നമുക്കൊപ്പം. അരുൺ സോളമൻ, 7367 പേരെ താമസിപ്പിക്കേണ്ട ഇടത്താണ് 10,000-ലധികം പേരെ ഇപ്പോൾ പാർപ്പിച്ചിരിക്കുന്നത്. ഈ സ്ഥലപരിമിതി, അതുപോലെ ജീവനക്കാരുടെ അഭാവം, അതൊക്കെ പ്രവർത്തനത്തിന് വലിയ രീതിയിൽ പ്രതിസന്ധി ഉണ്ടാക്കുന്നില്ലേ? സുജയ, അത് തന്നെയാണ്. നേരത്തെ തന്നെ ഈ വിഷയത്തിൽ രാജ്യത്തെ ജയിലുകൾ സംബന്ധിച്ച് ഈ തടവുകാർ വലിയ മാനസികമായിട്ടും അതുപോലെ തന്നെ കിടക്കാൻ പോലും സൗകര്യമില്ല എന്നുള്ള കാരണം ചൂണ്ടിക്കാണിച്ച് സുപ്രീം കോടതി സുവോമോട്ടോ പ്രകാരമുള്ള കേസിൽ ഇത് ചൂണ്ടിക്കാണിച്ചിരുന്നു. അത് പ്രകാരം അതാത് സംസ്ഥാനങ്ങൾ ജയിലുകളിൽ നവീകരണ പ്രവർത്തനങ്ങൾ നടത്തി തടവുകാർക്ക് വേണ്ട സുരക്ഷിതമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണമെന്നുള്ളത് നിർദ്ദേശിച്ചിരുന്നു. പക്ഷേ ഇങ്ങനെ ഒരു ഘട്ടത്തിൽ പോലും സംസ്ഥാനത്ത് വലിയ തോതിലാണ് ഇപ്പോൾ തടവുകാർ തിങ്ങിപ്പാർക്കുന്ന ഒരു അവസ്ഥയുള്ളത്. ഈ സൂചിപ്പിച്ചതുപോലെ തന്നെ 10,300 സംസ്ഥാനത്തെ 4 സെൻട്രൽ ജയിലുകളിലും ഇപ്പോൾ കഴിയുന്നു എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇതിൽ 7367 തടവുകാരെ പാർപ്പിക്കേണ്ടുന്ന ഒരു സ്ഥാനത്താണ് ഇത്രയും തടവുകാർ തിങ്ങിപ്പാർക്കുന്ന ഒരു സ്ഥിതിയുള്ളത്. മറ്റൊന്ന്, ഒരു തടവുകാരന് നിലവിൽ പ്രിസൺ മാനുവൽ ആക്ട് പ്രകാരം 3.72 ചതുരശ്ര സെന്റിമീറ്റർ സ്ഥലം വേണമെന്നുള്ളതാണ്. മറ്റൊന്ന് 17 ഘനമീറ്റർ ശ്വസന ഇടവും വേണം. പക്ഷേ ഒരു ജയിലിൽ സാധാരണ സെല്ലുകളിൽ ഇപ്പോൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥിതിയുണ്ട്. മറ്റൊന്ന്, കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ നിരവധിയായിട്ടുള്ള പുതിയ പോലീസ് സ്റ്റേഷനുകൾ, അതുപോലെ തന്നെ ഫോറസ്റ്റ് എക്സൈസ് സ്റ്റേഷനുകൾ വർദ്ധിച്ചിരിക്കുന്നു. നിലവിൽ ലഹരി കേസുകൾ അധികമായിട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. NDPS പോക്സോ കേസുകൾ നിലവിൽ ജാമ്യമില്ലാത്ത കേസുകളാണ്. ഇങ്ങനെ റിമാൻഡ്, വിചാരണ കാലാവധികൾ ഇത് 1 വർഷത്തിലധികമായിട്ട് നീണ്ടുപോകുന്ന സ്ഥിതിയുള്ളപ്പോൾ സെൻട്രൽ ജയിലുകളിൽ പോലും ഇങ്ങനെയുള്ള പ്രതികളെ തിങ്ങിപ്പാർപ്പിക്കേണ്ടുന്ന ഒരു അവസ്ഥയിൽ വരികയാണ്. മറ്റൊന്ന്, ഇങ്ങനെ 13,375 തടവുകാരെ കൊണ്ട് പാർപ്പിക്കുമ്പോൾ ഇതിന് വേണ്ടുന്ന ജീവനക്കാർ, ഇവരെ നോക്കേണ്ടുന്ന ജീവനക്കാരുടെ എണ്ണവും ക്രമാതീതമായി വർദ്ധിപ്പിക്കേണ്ടുന്ന ഒരു സാഹചര്യമുണ്ട്. 6 തടവുകാർക്ക് ഒരു ഓഫീസർ എന്ന നിലയിൽ 8 മണിക്കൂറായിട്ട് 3 ഓഫീസർമാർ നിലവിൽ വേണ്ടതാണ്. അതായത് 3 ഷിഫ്റ്റുകളായിട്ടാണ് ഈ ഉദ്യോഗസ്ഥർ മാറേണ്ടത്. നിലവിൽ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ നിലവിൽ ഈ സെൻട്രൽ ജയിലുകളിലും അതുപോലെ തന്നെ സംസ്ഥാനത്തെ സ്പെഷ്യൽ സബ് ജയിലുകളിലും സബ് ജയിലുകളിലുമായിട്ട് വേണ്ടത് 5187 അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ വേണ്ട ഒരു സാഹചര്യത്തിൽ നിലവിൽ സംസ്ഥാനത്തുള്ളത് 1284 മാത്രമാണ്. അതായത് അതിൽ 1/3 പോലും ഇല്ല എന്നുള്ളൊരു സ്ഥിതിയാണുള്ളത്. ഈ 1284 പ്രിസൺ ഓഫീസറിൽ 50 തസ്തിക ഇപ്പോഴും ഒഴിഞ്ഞുകിടക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു യാഥാർത്ഥ്യം. ഇതിന് പുറമെ ഒരു അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസറിന്റെ 1/3 ആനുപാതികമായിട്ടാണ് നിലവിൽ ഇപ്പോൾ ഡെപ്യൂട്ടി പ്രിസൺ ഓഫീസറിനെ നിയമിക്കേണ്ടത്. അതിലും വലിയ വിവരങ്ങൾ നൽകിയത്. 10,375 തടവുകാരുടെ കാര്യം ഇന്നത്തെ ഉന്നതതല യോഗത്തിൽ ചർച്ചയാകുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. സുരക്ഷാ വീഴ്ച, അതുപോലെ തന്നെ സൗകര്യങ്ങളുടെ അഭാവം, ജീവനക്കാരുടെ കുറവ്, അങ്ങനെ പല പല വിഷയങ്ങളുണ്ട് ജയിലുകളിൽ. അത് കണ്ണൂരിലെ മാത്രം കാര്യമല്ല, വിയ്യൂരിലായാലും പൂജപ്പുരയിലായാലും അട്ടക്കുളങ്ങരയിലായാലും എല്ലായിടത്തും പരിഹരിക്കേണ്ട പ്രശ്നങ്ങളുണ്ട്. തിരിച്ചെത്താം.